തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 16-കാരനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ATS. 16-കാരന്റെ മാതാവിന്റെ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചതിന്റെ ഫോൺ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. മാതാവും ആൺ സുഹൃത്തും ചേർന്ന് IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്നായിരുന്നു FIR. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇന്നലെ ഈ വാർത്ത ഷഫീദാണ് ബ്രേക്ക് ചെയ്തത്. അതിനുശേഷം NIA വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്, പോലീസ് കേസെടുത്തു എന്ന് പറയുന്നു. ഇപ്പോൾ ആന്റി ടെററിസം സ്ക്വാഡ് കൂടി രംഗത്തേക്ക് വരികയാണ്. അതായത് ഇതിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നതൊക്കെ പരിശോധനാ വിധേയമാക്കാൻ പോവുകയാണ് അല്ലേ? അനുജ, ഉറപ്പായിട്ടും. കാരണം ATS നിലവിൽ ഇപ്പോൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കേസ് അന്വേഷിച്ചെങ്കിൽ ഇപ്പോൾ ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, സംസ്ഥാനത്ത് ആന്റി ടെററിസവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച ATS തന്നെ, അതായത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് തന്നെ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നടക്കം സ്ഥിരീകരിച്ചു പറയാൻ കഴിയുന്ന വിവരം. അതിന്റെ അർത്ഥം ഈ കേസ് വളരെ അസാധാരണ സ്വഭാവത്തിൽ പോലീസ് കാണുന്നുവെന്നും ദുരൂഹവും സംശയാസ്പദവുമായിട്ടുള്ള പല കാര്യങ്ങളും ഈ കേസിലുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് പരിധിയിൽ വരുന്ന വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു UAPA കേസൊക്കെ ചുമത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ കേസ് FIR എന്ന് പറയുന്നത് 16-കാരനായിട്ടുള്ള വെമ്പായം സ്വദേശി, വെമ്പായത്തുകാരാണ്. അമ്മയും അമ്മയുടെ ആൺ സുഹൃത്ത്, നമ്മൾ ഇന്നലെ ഔദ്യോഗികമായി നമുക്ക് അത് രണ്ടാനച്ഛനാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അമ്മയുടെ ആൺ സുഹൃത്തും കൂടി ചേർന്ന് IS-ലേക്ക് ചേരാൻ ഈ 16-കാരനെ പ്രേരിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ കേസ്. അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടത്. ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ അമ്മയുടെ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച ഇയാളുടെ മുൻകാല വിവരങ്ങളടക്കം വിശദമായ അന്വേഷണം ATS നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് മുൻപ് വലിയ രീതിയിൽ ചർച്ചയായ കനകമല കേസ് ഉൾപ്പെടെയുള്ള കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരുന്നത്. അതായത് ഈ ആൺ സുഹൃത്തിന് ബന്ധമുള്ള ചിലർ കനകമല കേസിൽ പ്രതികളായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ വിയറബോർഡ്സ് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ATS പരിശോധിച്ചു വരികയാണ് വളരെ ഗൗരവത്തിൽ. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മയും ആൺ സുഹൃത്തും UK-യിലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കേരളത്തിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടും. അതേസമയം പാരലിൽ ഇക്കാര്യത്തിൽ NIA അവരുടെ വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. NIA-യുടെ പ്രാഥമിക വിവരശേഖരണത്തിൽ, അതായത് പോലീസിൽ നിന്നടക്കം ലഭിച്ച പ്രാഥമിക വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ മണിക്കൂറിൽ അവർ നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് NIA സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അമ്മയുടെ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിലിപ്പോൾ ഭീകരവാദ വിരുദ്ധ സേന കൂടി ഇതിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാനച്ഛനെതിരെ ഉള്ള അന്വേഷണമാണ്. IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചതിന്റെ ഫോൺ വിവരങ്ങൾ ഇതിനിടെ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.